എല്ലാവർക്കും നമസ്കാരം. നോയ് ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ദാനിയേൽ തന്നെയാണ്. 12 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് ബാബേലിലേക്ക് ഇവരെ ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞാൽ യഹൂദയിലുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുന്നതും പിന്നെ അവിടെ വെച്ച് അവിടെയുള്ള രാജാക്കന്മാർക്ക് ദൈവത്തിൻ്റെ ഒരു സന്ദർശനങ്ങൾ ഉണ്ടാകുന്നതും ദൈവം സ്വപ്നത്തിലൂടെ അവർക്ക് വെളിപ്പെടുന്നതും അവരെ ന്യായം വിധിക്കുന്നതും അതിനുശേഷം എന്താണ് ദാനിയേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ അവിടെ എഴുന്നേറ്റ് നിന്ന് ആ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതും ഇനി അതുകൂടാതെ തൻ്റെ ജനത്തിന് ഇസ്രായേൽ ജനത്തിന് വരുവാൻ പോകുന്ന ആ കഷ്ടങ്ങളും അവർ കടന്നു പോകുന്ന കഷ്ടങ്ങളുമൊക്കെ ദാനിയേൽ അതോർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാനിയേൽ തന്നെ താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നതും അവിടെ ദാനിയേലിന് അതിൻ്റെ അർത്ഥങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതും ഇസ്രായേലിൻ്റെ ആ ഒരു റിസ്റ്റോറേഷൻ അവർക്ക് വരുന്ന റിസ്റ്റോറേഷനെ കുറിച്ചും അന്തിമ ന്യായവിധിയെക്കുറിച്ചൊക്കെ ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കതിനായിട്ട് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്തും ദാനിയേലിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപേ നമ്മൾക്കിതിൻ്റെ ഒരു ഇതിവൃത്തം ഒന്ന് സംസാരിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവിനെയാണ്. ഈ രാജാവ് ഇസ്രായേലിലുള്ള അതായത് യഹൂദയിലുള്ള കുറച്ച് ചെറുപ്പക്കാരെ സെലക്റ്റീവായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്തിനും രാജാവിന് പേഴ്സണലായിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മറ്റു ദാനിയേലിൻ്റെ 3 കൂട്ടുകാരും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. രാജാവിൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അല്ലേ. അപ്പോൾ അവരെ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ അവർ ദാനിയേലും കൂട്ടുകാരും ഇങ്ങനെ അതിൻ്റെ മേലധികാരിയോട് പറയുകയാണ്, ഞങ്ങൾക്ക് രാജാവ് കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, അവർ ഇസ്രായേലിൽ അവർക്ക് ദൈവം കൊടുത്ത ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിന് ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കരുതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ രാജാവിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ രാജാവ് അങ്ങനെയൊന്നും നോക്കുന്നതല്ല. രാജാവും വീഞ്ഞും ഒക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മദ്യമൊക്കെ കഴിക്കുന്ന ആളാണ്. അതൊക്കെ ആർക്ക് കൊടുക്കും? നമ്മുടെ ഇവർക്കും കൂടെ കൊടുക്കും. അപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങൾക്കത് വേണ്ട. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളൊരു 10 ദിവസം ഞങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. രാജഭോജനം കഴിച്ചവരും അല്ലാതെയുള്ള സാധാരണ ഫുഡ് കഴിക്കുന്ന ഞങ്ങളുടെയും ഒന്ന് നോക്കിയിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് അതിൻ്റെ അധികാരപ്പെട്ട ആളുടെ അടുത്തൊക്കെ പറയുകയാണ്. എന്നാൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജഭോജനം കഴിക്കുന്നവരെ കഴിഞ്ഞും ഈ നോർമൽ ഫുഡ് കഴിച്ച ദാനിയേലിന് കൂട്ടുകാർക്കും എന്താണ് നല്ല ഓജസ്സും തേജസ്സും ഒക്കെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി എന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ നെബൂഖദ്നേസർ രാജാവിന് എന്താണ്, പുള്ളി ഒരു സ്വപ്നം കാണുകയാണ് അല്ലേ. അപ്പോൾ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുവാൻ ആർക്കേ കഴിയുന്നുള്ളൂ? ദാനിയേലിന് മാത്രമേ കഴിയുന്നുള്ളൂ അല്ലേ. അങ്ങനെ ദാനിയേൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ദാനിയേലിൻ്റെ ആ ഒരു 3 കൂട്ടുകാരെയും ഒക്കെ എന്താണ് നെബൂഖദ്നേസർ രാജാവ് അവിടെ എന്തായിട്ട് നിർത്തിയിരിക്കുകയാണ്, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അവരെ ആക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി എന്ത് ചെയ്തത്? പുള്ളി അവിടെ ഒരു പ്രതിമയൊക്കെ അങ്ങ് ഉണ്ടാക്കി അല്ലേ. പ്രതിമയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രതിമയുടെ മുൻപിൽ എല്ലാവരും നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇവർക്ക് പേരൊക്കെ മാറ്റി. ദാനിയേലിനും സുഹൃത്തുക്കൾക്കും ഈ നെബൂഖദ്നേസർ രാജാവ് പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ദേവൻ്റെ പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കൂട്ടുകാരുടെ പേരാണ് ദാനിയേലിനെ പിന്നെ ദാനിയേൽ എന്ന് തന്നെ സംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ദാനിയേൽ എന്ന് തന്നെ വിളിക്കാം. എന്നാൽ ഈ കൂട്ടുകാരുടെ പേര് നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് കാണുന്നത്. നെബൂഖദ്നേസർ ഇട്ട പേര് തന്നെയാണ് കാണുന്നത്. എന്താണ്? ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പേരിലാണ് കൂട്ടുകാർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും ഈ പ്രതിമയെ നമസ്കരിക്കുവാൻ തയ്യാറാകുന്നില്ല. ദാനിയേൽ ഓൾറെഡി നമസ്കരിക്കുന്നില്ല. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ദാനിയേൽ ആരുടെ കണ്ണിൽ പെടുന്നില്ല? ഈ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 3 വ്യക്തികൾ, അതായത് ഈ ദാനിയേലിൻ്റെ കൂട്ടുകാരായ 3 വ്യക്തികൾ എന്താണ് ഈ പ്രതിമയെ നമസ്കരിക്കുന്നില്ല എന്ന് അവിടെ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്താ ചെയ്തത്? അവരത് നെബൂഖദ്നേസർ രാജാവിന് അറിയിപ്പ് കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന് കോപമുണ്ടായല്ലേ, താൻ ഉണ്ടാക്കിയ പ്രതിമയെ ആരും നമസ്കരിക്കുന്നില്ല, ഇവർ നമസ്കരിക്കുന്നില്ല, യഹൂദന്മാരെ നമസ്കരിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്തത്? അവരെ 3 പേരെയും കൂടി പിടിച്ച് എങ്ങോട്ടിട്ടു? കത്തുന്ന തീച്ചൂളയിലോട്ടിട്ടു. അപ്പോൾ അവിടെ ആ തീയുടെ 3 ഇരട്ടി അതിന് ശക്തി കൂട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ശക്തിയൊക്കെ കൂട്ടി അതിനകത്ത് കൊണ്ടയിട്ടു. പക്ഷേ കൊണ്ടയിട്ട് കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് നോക്കുമ്പോൾ കാണുകയാണ്, ഇട്ടത് 3 എണ്ണത്തിന് അവിടെയാണ്ട് 4 പേര് ആ തീക്കകത്തൂടെ നടക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഈ പുള്ളിക്ക് ആകെ
ആകെപ്പാടെ അങ്ങ് പരിഭ്രമമായി. നമുക്ക് നെബൂഖദ്നേസർ രാജാവ് ചോദിച്ചു, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, പക്ഷേ ഇവിടെ ഞാൻ 4 പേരെ കാണുന്നുണ്ടല്ലോ എന്ന്. അവിടെ ആരാ ഇറങ്ങിയത്? ദൈവം അല്ലേ? ദൈവം അവിടെ ആ 3 പേരോടും കൂടി ഇറങ്ങി. കാരണം ദൈവത്തിൻ്റെ അവർ നാമത്തെ മുറുകെ പിടിച്ചപ്പോൾ ദൈവം അവരുടെ തീച്ചൂളയുടെ അനുഭവത്തിലും ദൈവം അവരോട് കൂടെ ഇരുന്ന് അവർക്കൊരു ദോഷവും ഭവിക്കാതെ, അവർക്കൊരു പൊള്ളൽ പോലും ഏൽക്കാതെ ദൈവം അവരെ പരിപാലിച്ചുവെന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. ഇനി അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം നമ്മുടെ ബേൽഷസ്സർ രാജാവ്. അപ്പോൾ ഈ ബേൽഷസ്സർ രാജാവ് എന്ന് പറയുന്നതാണ് നെബൂഖദ്നേസറിന് ശേഷം നമ്മൾക്കറിയാം നെബൂഖദ്നേസറും അതിനുശേഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴുവാനും ഒക്കെ തയ്യാറായി. പുള്ളിക്കൊരു ശിക്ഷയൊക്കെ ദൈവം കൊടുത്തു. അതിനുശേഷം പുള്ളി എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനും ദൈവത്തെ അംഗീകരിക്കുവാനും ഒക്കെ തയ്യാറായത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് ശേഷം പിന്നെ നമ്മൾക്ക് കാണുന്നത് ബേൽഷസ്സർ എന്ന് പറയുന്ന ഒരു രാജാവിനെയാണ് കാണുന്നത്. അപ്പോൾ ഈ രാജാവ് എന്താ ചെയ്തത്? ഈ രാജാവ് യെരുശലേമിലെ നെബൂഖദ്നേസർ ചെയ്യുന്നതിനും അപ്പുറമായിട്ട് യെരുശലേമിൽ നിന്ന് ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് പുള്ളി ഒരു വിരുന്നങ്ങ് കഴിച്ചപ്പോൾ അതിനകത്ത് അങ്ങ് വീഞ്ഞും മദ്യങ്ങളൊക്കെ കുടിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേക്കും എന്താണ്? ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവം അവൻ്റെ രാജ്യത്വം കുറവുള്ളവനായിട്ട് കണ്ട് അവനെ അവിടുന്ന് ആ രാജസ്ഥാനത്ത് നിന്ന് അവനെ വെട്ടിക്കളഞ്ഞു, നീക്കിക്കളഞ്ഞുവെന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. പുള്ളിക്കും ഒരു എഴുത്തൊക്കെ ദൈവം ഇങ്ങനെ എഴുതി കൊടുത്തു. ഒരു എഴുത്ത് അല്ലെ, ഭിത്തിയിൽ ഒരു എഴുത്ത് കണ്ടു. അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തത് ആരാണ്? അവിടെ ദാനിയേൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവം അവിടുന്ന് വെട്ടിക്കളയുകയാണ്. പിന്നെ അതിനുശേഷം ആ രാജ്യം വിഭജിക്കപ്പെടുന്നു. പിന്നെ അതിനുശേഷം അവിടെ അടുത്ത ആൾ എഴുന്നേൽക്കുകയാണ്. മേദ്യനായ ദാരിയവേഷ് എന്ന് പറയുന്ന ഒരു രാജാവ് ഭരണം ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഭരണം പാർസ്യ രാജാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ ദാരിയവേഷ് എന്ന് പറയുന്ന രാജാവ് ഇവിടെ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഈ അധികാരത്തിൽ വന്നപ്പോൾ പുള്ളി എന്താ ചെയ്തത്? പുള്ളി അവിടെ ചെയ്ത ഒരു കാര്യമുണ്ട്. പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തിനാ? ദാനിയേലിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ദാനിയേലിനോട് അസൂയോടെ ദാനിയേലിനെ അവിടെ ഈ രാജാവിൻ്റെയും ദർശനങ്ങൾ ൊക്കെ ആര് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായി? നമ്മുടെ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായി അല്ലേ. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ടിടയായി. അത് ദാനിയേലിന് ദൈവം കൊടുത്തൊരു വലിയ കൃപയായിരുന്നു, ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കൃപ. ഓക്കെ, അപ്പോൾ കണ്ട സ്വപ്നവും വ്യാഖ്യാനിക്കും, കണ്ട സ്വപ്നവും പറയും, അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ദാരിയാവേഷിൻ്റെ സമയത്ത് അവിടെ ഒരു വലിയ ദാരിയവേഷിന് തന്നെ വലിയൊരു പ്രതിമയുണ്ടാക്കി. അപ്പോൾ പ്രതിമയുണ്ടാക്കിയിട്ട് അവിടെ രാജാവിനെ തന്നെ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് വന്നു. രാജാവിനോടല്ലാതെ മറ്റാരോടും അവിടെ നമസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രാജാവിനെ തന്നെ നമസ്കരിക്കണം എന്നുള്ള ഒരു കൽപ്പന അവിടെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദാനിയേലിനെ കൊടുക്കാൻ വിചാരിച്ച വ്യക്തികൾക്ക് മനസ്സിലായി ദാനിയേൽ എന്തായാലും എന്ത് ചെയ്യത്തില്ല, ഈ രാജാവിനെ നമസ്കരിക്കത്തില്ല, ദാനിയേലിൻ്റെ ദൈവത്തെ ആരാധിക്കത്തുള്ളെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവർ ദാനിയേൽ പതിവ് പോലെ എന്താ ചെയ്തത്? യെരുശലേമിലേക്ക് കിളിവാതിലുകളെ തുറന്ന് താൻ സ്ഥിരമായിട്ട് ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ആര് കണ്ടു? ഇത് ദാനിയേലിൻ്റെ വിരോധികൾ കണ്ടിട്ട് അത് രാജാവിന് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ രാജാവിന് കോപം വന്നിട്ട് രാജാവ് എന്താ ചെയ്തത്? ദാനിയേലിനെ പിടിച്ച് എങ്ങോട്ടിട്ടു? ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലോട്ടിട്ടു അല്ലേ. നമ്മൾക്കറിയാം ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തത്? അവിടെ സിംഹത്തിൻ്റെ വായെ അടപ്പിച്ചു അല്ലേ. വായെ അടപ്പിച്ചിട്ട് ദാനിയേലിനെ രക്ഷിക്കുവാനായിട്ടിടയായി. ഈ രാജാവ് നോക്കുമ്പോൾ ദാനിയേൽ അവിടെ രക്ഷപ്പെടുവാനായിട്ടിടയായി. കാരണം ഈ ദാനിയേലിനോട് ദേഷ്യം വരുവാനുള്ള കാരണം എന്താണ്? ആർക്ക്? രാജാവിനല്ല, ഈ വിരോധികൾക്ക് ദേഷ്യം വരുവാനുള്ള കാരണം എന്താണ്? അവിടെ ദാരിയാവേഷ് രാജാവ് എന്താ ചെയ്തത്? ദാനിയേലിന് ഏറ്റവും മഹത്വമുള്ള സ്ഥാനം കൊടുത്തിരുത്തി അല്ലേ. അപ്പോൾ അസൂയയുടെ സ്പിരിറ്റ് അവിടെ വ്യാപരിച്ചപ്പോഴും ദാനിയേലിനെ തന്നെ ഇല്ലാതാക്കുവാനായിട്ട് ഇവരോട് കുതന്ത്രമൊക്കെ പ്രയോഗിച്ചത്. പക്ഷേ ഈ കുതന്ത്രം പ്രയോഗിച്ചവരെ ദൈവം എന്ത് ചെയ്തു? അവരെ ആ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇടിയിപ്പിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമായെന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ രാജാവിനെ ദാനിയേലിനെ നശിപ്പിക്കുവാൻ നോക്കിയവരെ തന്നെ ആ ഒരു ശിക്ഷാവിധി ദൈവം അവർക്ക് കൊടുക്കുവാനായിട്ടിടയായി അല്ലേ. നമ്മുടെ എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് വന്നു കഴിയുമ്പോൾ മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ കഴുമരം ഒരുക്കിയപ്പോൾ ആ കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കളഞ്ഞതുപോലെ ആ ഒരു കാലഘട്ടങ്ങളൊക്കെയാണിത്. ഓക്കെ, ഇവിടെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം രക്ഷിക്കുകയും പകരം ആരാണോ ആ ഒരു കുഴി ഒരുക്കിയത് അവരെ അതിനകത്തിട്ട് സിംഹങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദാനിയേൽ
ഏതൊക്കെ രീതിയിൽ ദാനിയേൽ വിഷയങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ദാനിയേൽ എവിടെയാണ് നിന്നെ? ആ ഒരു ദൈവത്തെ വിട്ടുപോകുവാനോ തൻ്റെ പ്രാർത്ഥനയ്ക്കൊരു അണുവിട കുറയുവാനോ ദാനിയേൽ എന്തായില്ല? ദാനിയേൽ അതിന് സമ്മതമല്ലായിരുന്നു. കാരണം ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചു അല്ലേ. അതിനുശേഷം പിന്നെ നമ്മൾക്ക് അങ്ങോട്ട് കാണുവാനായിട്ട് കഴിയുന്നത് ദാനിയേലിൻ്റെ ആ ഒരു ദർശനങ്ങൾ അല്ലെ, ദാനിയേലിന് ദൈവം കൊടുത്ത ദർശനങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. കാരണം എന്താണ്? ദാനിയേൽ തന്നെ വിഷമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്? പുള്ളി നല്ല സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത്, ദൈവം വിടുവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിയുടെ മനസ്സ് എവിടെയായിരുന്നു? തൻ്റെ ജനത്തിനോട് അല്ലേ, തൻ്റെ ജനം അനുഭവിക്കുന്ന കഷ്ടങ്ങളെ ഓർത്ത് പുള്ളി ഇങ്ങനെ വ്യാകുലപ്പെടുകയും വിഷമിക്കുകയും ദൈവത്തോട് ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ദർശനങ്ങൾ ആർക്ക് കിട്ടുവാനായിട്ടിടയായി? ദാനിയേലിന് കിട്ടുവാനായിട്ടിടയായി. അല്ല, ദർശനത്തിലൂടെ ഇനി എന്താണ് ലോകത്തിന് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇസ്രായേലിൻ്റെ പിന്നത്തെ എന്താണ്? ഇസ്രായേലിൻ്റെ ഒരു മടങ്ങി വരവ് അല്ലേ, അവർ മടങ്ങി വന്നതിനെക്കുറിച്ചും മടങ്ങി വരുന്നതിനെക്കുറിച്ചും അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം എന്താണ് ആലയം അവർ പുനർനിർമ്മിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ദർശനങ്ങളൊക്കെ ദാനിയേലിന് കൊടുത്തു. അതുകൂടാതെ എന്താണ് അവസാന ന്യായവിധിയെക്കുറിച്ച് ദാനിയേലിന് എന്താണ് ദൈവം ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യവും ദാനിയേലിൻ്റെ മുൻപിൽ നമ്മുടെ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അല്ലേ. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ട് ദാനിയേലിന് ഇങ്ങനെ പ്രാർത്ഥിച്ച അല്ലേ, തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ എന്താണ് പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞാൽ സ്വർഗീയ ദർശനങ്ങളൊക്കെ ഉണ്ടായി ദാനിയേലിനും അല്ലേ. വയോധികനായ ഒരു മനുഷ്യൻ അവിടെ, വയോധികനായ ഒരു വ്യക്തി ഇരിക്കുന്നതും ഒക്കെ, അവിടെ സിംഹാസനങ്ങൾ നിരത്തപ്പെട്ടിരിക്കുന്നതൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് വായിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതയിലോട്ട് ഞാനൊന്ന് കിടക്കുവാനായിട്ട് ആഗ്രഹിക്കണം. നമ്മൾക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദാനിയേലിനെ ദൈവം അഭിസംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്ന് അവിടെ വിളിച്ചിരിക്കുന്നത് അല്ലേ. പഴയ നിയമ ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അങ്ങനെ സംബോധന ചെയ്തിരിക്കുന്നത് വേറെ ആരെയുമില്ല, ദാനിയേലിനെ വിളിച്ചിരിക്കുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ അല്ലേ, അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അവിടെ ലേഖനങ്ങളിൽ നമ്മൾക്ക് കാണാം മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട് അല്ലേ, അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇവിടെ പഴയ നിയമത്തിലും ദാനിയേലിനെ വിളിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്ന് വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദാനിയേൽ ദൈവത്തിന് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു. എന്തുകൊണ്ടാണ് ദാനിയേൽ ദൈവത്തിന് അത്രമാത്രം പ്രിയപ്പെട്ടവനായത്? അതിൻ്റെ കാരണം ഏത് വിഷയങ്ങളുടെ നടുവിലും ആ ദൈവത്തോട് ചേർന്നൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആര് കീപ്പ് ചെയ്യുവാനായിട്ടിടയായി? ദാനിയേൽ കീപ്പ് ചെയ്യുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ദാനിയേലിന് സ്പെഷ്യലായിട്ടുള്ള അല്ലേ ഗിഫ്റ്റ്, ദർശനങ്ങളും അതിനെ വ്യാഖ്യാനിക്കുവാനുള്ള ഗിഫ്റ്റും ഒക്കെ ദൈവം അവിടെ കൊടുത്തത് അല്ലേ. പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ആ ഒരു എന്താ പറയുക പ്രത്യക്ഷതയൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി ഓർക്കുക, അതിനുശേഷം എന്താണ് വീണ്ടും ദാനിയേൽ ഈ വിഷയങ്ങളൊക്കെ ഓർത്തിട്ട്, അതായത് ഇസ്രായേലിൻ്റെ ആ ഒരു അവർ അനുഭവിക്കേണ്ട ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഓർത്തിട്ട് ദാനിയേലിനും പിന്നെയും വിഷമമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചും പ്രാർത്ഥിച്ചും താഴ്ത്തിയും ഒക്കെ ഇരുന്ന് ദാനിയേൽ ഒരു 21 ദിവസം അങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് തന്നെ താഴ്ത്തുവാനായിട്ടിടയായി. എന്ന് വെച്ചാൽ സ്വാദഭോജനങ്ങളൊന്നും കഴിക്കാതെ, അതിനെയാണ് നമ്മൾ ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വാദഭോജനങ്ങളൊന്നും കഴിക്കാതെ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ദാനിയേൽ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി ഒരു ഉപവാസം, 21 ദിവസത്തെ ഒരു ഉപവാസം എന്ന് വേണമെങ്കിൽ നമ്മൾക്കതിനെ പറയാം, അങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ താഴ്ന്നിരുന്ന സമയത്താണ് ദാനിയേലിൻ്റെ 10-ാം അധ്യായത്തിൽ ദാനിയേലിന് ആരുടെ ദർശനം ഉണ്ടാകുന്നത്? ദൈവപുത്രൻ്റെ ദർശനം, അതായത് യേശുക്രിസ്തു ഒരു ദർശനം. അവിടെ ഒരു യേശുക്രിസ്തു ആരുടെ അടുത്ത് വരികയാണ്? ദാനിയേലിൻ്റെ അടുത്ത് വന്നത് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ഗബ്രിയേൽ മാലാഖയാണ്, മിഖായേൽ മാലാഖയാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മളത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ ആരാണ്? ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രത്യക്ഷത നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കാരണം അതിന് നമ്മൾക്കത് മനസ്സിലാകണമെങ്കിൽ വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വരണം അല്ലേ. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ യോഹന്നാന് ദൈവത്തിൻ്റെ ഒരു ദർശനം അല്ലെ, യോഹന്നാൻ ദൈവത്തെ കാണുന്നുണ്ട് അല്ലെ. തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാനായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അല്ലെ, അവിടെ ആ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു എന്താണ് മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു രൂപത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിനോട് സാമ്യമുള്ളത് തന്നെയാണ് ഈ ദാനിയേലിൻ്റെ 10-ാം അധ്യായത്തിനകത്തോട്ട് ആ ഒരു ദർശനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനു മുൻപേയുള്ള ദർശനത്തിൽ അത് ഗബ്രിയേലാണ് എന്നും വ്യക്തമായിട്ട്, ദർശനങ്ങളിൽ ഗബ്രിയേലാണ് എന്നും അവിടെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. എന്നാൽ ഈ 10-ാം അധ്യായത്തിനകത്ത് ഒരു അതിനെ കഴിഞ്ഞൊക്കെ അപ്പുറമായൊരു ദർശനമാണ് കാണുന്നത് അല്ലേ. അവിടെ എന്താണ്
അവിടെ ആ ഒരു നമ്മൾക്ക് വെളിപാട് പുസ്തകവുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ എന്താണ് അരക്കച്ചയെക്കുറിച്ച് എന്താണ് സ്വർണം കൊണ്ടുള്ള അരക്കച്ച അല്ലേ, അതൊക്കെ അവിടെ പറയുന്നത്. അപ്പോൾ അതിന് വേറെ വാക്കുകളാണ്, ഞാനത് മനസ്സിലാക്കുന്ന വിധത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു അരക്കച്ച കെട്ടിയിരിക്കുന്ന ഒരു 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 ദൂതനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നമ്മൾക്ക് അവിടെ കാണുന്നത്. അപ്പോൾ അത് വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ യേശു ക്രിസ്തു അല്ലേ. ഇനി ഇവിടെ പറയുകയാണ് അവൻ്റെ ശബ്ദത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതും വെളിപാട് പുസ്തകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് അവിടെ സാമ്യം കാണുവാനായിട്ട് കഴിയും. ഇനി എന്താണ് കണ്ണിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് അല്ലേ, അത് തന്നെയാണ് നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഭയപ്പെടേണ്ട, അവിടെ വെളിപാട് പുസ്തകത്തിനകത്തും നമ്മുടെ യോഹന്നാൻ എന്താണ് ഈ ഒരു ദൈവത്തിൻ്റെ ഈ ഒരു രൂപം കണ്ടപ്പോഴത്തേക്ക് അങ്ങ് എന്താണ് അവിടെ അങ്ങ് മരിച്ചവനെ പോലെ ആയിപ്പോയി അല്ലേ, അങ്ങ് ബോധം കെട്ട് വീണുപോയി പുള്ളി. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയായിരുന്നു. ഈ ഒരു ദർശനം കണ്ടു, ദർശനമല്ലത്, ഇത് ദാനിയേലിൻ്റെ അടുത്ത് വരുവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദാനിയേലിന് ശരിക്കും ഒരു ദർശനം, ഒരു സ്വപ്നമല്ല ദർശനം. അപ്പോൾ ഒരു ശരിക്കും ഒരു ഇത് വന്നു വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഉണ്ടായതുപോലെ തന്നെ ഒരു വെളിപ്പാടാണ്, ഒരു ദർശനമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ് ഈ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദാനിയേൽ എന്താണ് അവിടെ ഇങ്ങനെ മരിച്ചവനെ പോലെ ഇങ്ങനെ ആയി എന്ന് കാണാം. അപ്പോൾ അവനെ തൊട്ട് എഴുന്നേൽപ്പിക്കുന്നു, ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ ഈ സമാധാനം കൊടുക്കുവാൻ കഴിവുള്ളവൻ ആരാ? അത് യേശു ക്രിസ്തു അല്ലേ, യേശു ക്രിസ്തു സമാധാന പ്രഭു. അപ്പോൾ ദാനിയേലിനോടും പറഞ്ഞു സമാധാനം, ഇപ്രയും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, അപ്രയും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിനെ നമ്മൾക്ക് എന്താണ് വെളിപാട് പുസ്തകവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. കാരണം എന്താണ് അവിടെയും അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വെളിപാട് പുസ്തകത്തിലും അന്ത്യകാലത്തെക്കുറിച്ച് അന്ത്യന്യായവിധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. സ്വർഗീയ ദർശനങ്ങൾ ദാനിയേലിനുമുണ്ടായും ഇവിടെയും എന്താണ് സ്വർഗീയ ദർശനങ്ങളും ആ ഒരു സിംഹാസനങ്ങളും ഒക്കെ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓർക്കണമേ, അതുവരെ താഴ്ത്തി പ്രാർത്ഥിച്ച ദാനിയേലിൻ്റെ മുൻപിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 21 ദിവസം ഉപവസിച്ച ദാനിയേലിൻ്റെ മുൻപിൽ ദൂതനല്ല ഇറങ്ങിയത്, യേശുക്രിസ്തു തന്നെയാണ് ഇറങ്ങിയതെന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയെന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്കവിടെ മറ്റൊരു സംശയം വരും. അവിടെ അതിനുശേഷം താഴോട്ട് 10-ാം അധ്യായത്തിനകത്തോട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നുണ്ടല്ലേ, ഈ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ദർശനത്തിൽ വന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദാനിയേലിനോട് പറയുക, നീ പ്രാർത്ഥിക്കുവാൻ നിന്നെ തന്നെ താഴ്ത്തി ഇരുന്നപ്പോൾ തന്നെ എന്താണ് നിനക്കുള്ള മറുപടി പുറപ്പെട്ടത്. പക്ഷേ 21 ദിവസം എന്നെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്നെ തടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇങ്ങോട്ട് വിടാതെ ദാനിയേലിൻ്റെ അടുത്തോട്ട് വിടാതെ എന്നെ തടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, അയ്യോ ദൈവത്തെ തടയുമോ ഈ പാർസി പ്രഭു? എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ദേശശക്തി എന്നൊക്കെ പറയാം, ഇത് ദൈവത്തെ തടയോ എന്ന് ചോദിക്കും. അവിടെ തടഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? യേശുക്രിസ്തുവിന് പുത്രന് അധികാരം ലഭിച്ചത് എപ്പോഴാണ്? പുത്രൻ ആ ഒരു അധികാരം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചത് എവിടെയാണ്? കാൽവരി ക്രൂശിലായ ആയുധവർക്കം വെപ്പിച്ചതല്ലേ. എന്ന് വെച്ചാൽ പിതാവാം ദൈവം പുത്രന് അധികാര കൈമാറ്റം നടത്തിയിരിക്കുന്നത് എവിടെയാണ്? എന്ന് വെച്ചാൽ ഈ അധികാര കൈമാറ്റം നടത്തുകയല്ല ചെയ്തത്, അതിന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ എന്താണ് ആ ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്. എപ്പോഴാണ്? ക്രൂശീകരണത്തിന് ശേഷമാണല്ലേ. അതുവരെ പുത്രനായിട്ട് തന്നെ, ദൈവപുത്രനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓർക്കുക, നമ്മൾക്കറിയാം ഇന്നത്തെ രാജ്യത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ രാജാക്കന്മാരും രാജാക്കന്മാരുടെ പുത്രന്മാരും ഉണ്ട് അല്ലേ. അപ്പോൾ രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുത്രൻ അതിനകത്ത് കയറി കൈ കടത്തത്തില്ല അല്ലേ. രാജാവിൻ്റെ മകൻ അതിനകത്ത് കയറി കൈ കടത്തത്തില്ല. കാരണം എന്താണ്? ഭരണം നടത്തുന്നത് രാജാവാണ്. പുത്രനിലോട്ട് അധികാര കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പുത്രനല്ല നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറയുന്നത്, എന്ന് പറയുന്നത് പോലെ തന്നെ പഴയ നിയമ ചരിത്രത്തിൽ യഹോവയാം ദൈവത്തിൻ്റെ ആ ഒരു വാഴ്ച തന്നെയാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അല്ലേ, അധികാരം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഈ പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങിയെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുൻപേ എന്താണ് ആ ഒരു പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്താണ് ദൈവത്തെ തടഞ്ഞു അല്ലേ, പുത്രനായി തടഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് എന്താണ് മിഖായേലിനെ സഹായിക്കുവാൻ വന്നു, മിഖായേലിനെ അവിടെ വിട്ടിട്ടാണ് ഞാൻ നിന്റെ അടുത്തോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾക്ക് ഒത്തിരി കൺഫ്യൂസ്ഡ് തരും. അപ്പോൾ പലരും ഇതിനെ രണ്ട് വ്യാഖ്യാനത്തിലോട്ട് പോകുന്നുണ്ട്. പലരും ഇത് ഗബ്രിയേലോ അല്ലെങ്കിൽ മിഖായേലോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അല്ല, ഇത് നമ്മൾ വെളിപാട് പുസ്തകവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് വായിക്കുമ്പോൾ ഇത് ശരിക്കും യേശുക്രിസ്തുവിൻ്റെ ദാനിയേലിൻ്റെ മുൻപിലുള്ള പ്രത്യക്ഷീകരണമാണെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം അവിടെ ദാനിയേലിനെ വിളിക്കുന്നുണ്ട് പ്രിയ പുരുഷനെ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ യോഹന്നാൻ ആരാ? ദൈവത്തിൻ്റെ
പ്രിയന അല്ലെ എന്ന് വെച്ചാൽ മറ്റ് ശിഷ്യന്മാരെ കഴിഞ്ഞും യേശുക്രിസ്തു കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് ആര്? നമ്മുടെ യോഹന്നാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ദാനിയേലിന്റെ പുസ്തകത്തിനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാനും ദാനിയേലിന്റെ പുസ്തകത്തിലെ ദാനിയേലും തമ്മിൽ നല്ലപോലെ സാമ്യമുണ്ട്. ഇവിടെ പ്രിയപുരുഷൻ, അവിടെയും പ്രിയന അല്ലെ, അവിടെയും പ്രിയനാണ്. ദാനിയേലിന്റെ കാര്യത്തിൽ പ്രിയപുരുഷൻ, അവിടെയും പ്രിയനാണ്. യോഹന്നാനും പ്രിയനാണ്. ഇനി എന്താണ്? യോഹന്നാൻ അവിടെ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം വെളിപ്പാടും ദർശനങ്ങളും കൊടുക്കുന്നു. ഇവിടെ ദാനിയേലിനും എന്താണ്? ആ ഒരു അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള ദർശനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഇനി അതിനുശേഷം എന്താണ്? അവിടെ വെളിപാട് പുസ്തകത്തിനകത്ത് എന്താ പറയുക, യോഹന്നാന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ദൈവപുത്രനെ നമ്മൾക്ക് കാണാം അല്ലേ. ഒരു ആ രൂപത്തിൻ്റെ വർണ്ണനകളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിനകത്തും ദാനിയേലിന് ആ ദൈവപുത്രൻ്റെ പ്രത്യക്ഷീകരണവും അതിൻ്റെ ആ ഒരു 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 എന്താ പറയുക രൂപത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് നിങ്ങൾ വായിക്കണം. ആ ഒരു 10-ാം അധ്യായവും അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 1-ാം അധ്യായവും നിങ്ങൾ നന്നായിട്ട് കമ്പയർ ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചൊന്ന് വായിക്കണം. അപ്പോഴാണ് നമ്മൾക്കതിൻ്റെ ഒരു സാമ്യത നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ മെസ്സേജിൻ്റെ സാരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ കഴിഞ്ഞുമൊക്കെ അപ്പുറമായിട്ടുള്ള ചില വെളിപ്പാടുകളും ചില ദർശനങ്ങളും ഒക്കെ നമ്മൾക്ക് തരികയും നമ്മളെ മക്കളെന്നതിലും ഉപരി പ്രിയ മക്കൾ എന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രിയ മക്കൾ എന്ന പദവിയിലോട്ട് മക്കൾ എല്ലാവരും ദൈവം സൃഷ്ടിച്ചവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ഈ പ്രിയ മക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയാണ്. അതിനകത്തോട്ടൊന്ന് നമ്മൾക്ക് കാലെടുത്ത് ചവിട്ടുവാൻ കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? ഭയങ്കരമായ സ്വർഗീയമായ വെളിപ്പാടുകൾ, ഭയങ്കരമായ ദർശനങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെയുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു രീതിയിലല്ല, ദൈവത്തോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളൊന്ന് സൂക്ഷിക്കുവാനായിട്ട് തയ്യാറാകും. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അതാ പറഞ്ഞിരിക്കുന്നത്. താൻ താമസിച്ചിരിക്കുന്ന ആ ഒരു റൂമിൻ്റെ കിളിവാതിലിനെ തുറന്ന് യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു അല്ലേ. അവിടെയൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പുള്ളിയുടെ ഒരു പേഴ്സണൽ പ്രയറും പേഴ്സണലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നതും. ഓർക്കുക, ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു കഴിയുമ്പോൾ ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷത, ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണം, ഇതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ ഉള്ളതാന്നേ. ദൈവം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു മുഴുമഹത്വത്തോടെ കാണണം എന്നല്ല, എന്നാലും ഒരു പരിധിയോ ഒരു കുറേയൊക്കെ നമ്മൾക്ക് യോഹന്നാനും ദാനിയേലും ഒക്കെ കണ്ടതുപോലെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പേഴ്സണലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ദൈവത്തോട് നമ്മൾ കാണിക്കുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കുവാനായിട്ടും ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ ഈ ദിവസങ്ങളിൽ എല്ലാവരും ഓടുന്നത് പോലെയല്ല, തികച്ചും ഒന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രത്യേകമായിട്ടുള്ളൊരു തികച്ചും വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ വചനം വിട്ടിട്ട് ഓടാന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവത്തോട് നമ്മൾക്കൊന്ന് ഈ ദിവസങ്ങളിലൊന്ന് ദൈവവുമായിട്ട് നമ്മൾക്കൊന്ന് അടുത്ത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾക്കൊന്ന് കീപ്പ് ചെയ്യുവാൻ തയ്യാറാകാം. അങ്ങനെ ആകുമ്പോൾ ദൈവം ചില പ്രത്യേകമായിട്ടുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റും ദൈവം നമ്മളോട് കാണിക്കുന്നതും നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞതും കേട്ടതും മറ്റുള്ളവർക്ക് കിട്ടിയതും ഒക്കെയല്ലേ നമ്മൾ അനുഭവിച്ചതും? അല്ല കേട്ടോ, അതിലും അപ്പുറം തരുന്നൊരു ദൈവത്തെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ആ ദൈവം എന്താണ്? നമ്മുടെ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മളോട് അടുക്കുന്ന ദൈവം, അതാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ എന്നാൽ അവൻ നമ്മളോടും അടുത്ത് വരും അല്ലേ. അപ്പോൾ ആ ഒരു കൂടുതലൊന്ന് അടുക്കുവാൻ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ദൈവത്തോടൊന്നും കൂടി ഒന്ന് കാലെടുത്ത് വയ്ക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.